ഹലോ ആൻഡ് വെൽക്കം. സൈബർ സ്ക്വയറിന്റെ രണ്ടാമത്തെ HTML സെഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ലിസ്റ്റസ് എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫോർമാറ്റിംഗ് ടാഗ്സ് ആണ് കണ്ടത്. അപ്പം ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഈ സെഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലിസ്റ്റസ് എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ്. അപ്പൊ ലിസ്റ്റസ് എന്തിനാന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിനെ ലിസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ ലിസ്റ്റ് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ലിസ്റ്റ് വരുന്നത് എന്നുള്ളത്. ഞാനിപ്പോഴത്തെ നമ്മളുടെ പേജിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചെയ്ത പേജ് ശരിക്ക് സൈബർ സ്ക്വയർ എന്ന് പറയുന്ന ഹെഡിങ് വെച്ചു, അതേപോലെ തന്നെ ഒരു ടാഗ് ലൈൻ വെച്ചു, അതുകൂടാതെ ഒരു മാർക്യൂ ടാഗ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മലയാള ക്യാരക്ടറും അതേപോലെ തന്നെ HTML എന്ന് പറയുന്ന കാര്യം, HTML എങ്ങനെ എഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് മാർക്യൂം അതേപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് ലിസ്റ്റസിനെ പറ്റി നോക്കാം. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ലിസ്റ്റസ് ആണ്. സോ ലിസ്റ്റസ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിക്കുകയാണെങ്കിൽ യൂസ്ഡ് ഫോർ representing a group of items. അപ്പൊ നമുക്ക് 3 തരത്തിലുള്ള ലിസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്, HTML ഉള്ളത്. സാധാരണഗതിയിൽ ഉപയോഗിക്കാം. ഒന്ന് ഓർഡേർഡ് ലിസ്റ്റസ്, ഓർഡേർഡ് ലിസ്റ്റസ്. രണ്ടാമത്തത് അൺഓർഡേർഡ് ലിസ്റ്റസ്, ഓർഡേർഡ് ലിസ്റ്റസ്. ദെൻ ഡെഫിനിഷൻ ലിസ്റ്റസ് ഓർ ഡീറ്റെയിൽഡ് ലിസ്റ്റസ് എന്ന് പറയാം, ഡീറ്റെയിൽഡ് ലിസ്റ്റസ്. സോ ഇത്രയും ലിസ്റ്റുകളാണ് ഉള്ളത്. ഓർഡർ ലിസ്റ്റ് നമ്മൾ OL എന്ന് പറയുന്ന ടാഗ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതിനുള്ളിൽ ലിസ്റ്റ് ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് LI എന്ന് പറയുന്ന ടാഗ് നമുക്ക് യൂസ് ചെയ്യാം. LIയിൽ നമുക്ക് ഐറ്റം ഏതൊക്കെയാണോ ഐറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ ആ ഐറ്റംസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അൺഓർഡർ ലിസ്റ്റ് ആണെങ്കിൽ UL എന്ന് പറയുന്ന ടാഗ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൺഓർഡർ ലിസ്റ്റ് ഉണ്ടാക്കുക. OL മാറ്റിയിട്ട് ജസ്റ്റ് എന്താണ് UL ആക്കിയാൽ മതി. ലിസ്റ്റ് ഐറ്റം അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഡീറ്റെയിൽഡ് ലിസ്റ്റ് ആണെങ്കിൽ DL എന്ന് പറയുന്ന ടാഗ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. തന്നെ അതിൽ നമുക്ക് ഡീറ്റെയിൽഡ് ലിസ്റ്റിൽ ഡെഫിനേഷൻ ടൈറ്റിൽ ഓർ ഡീറ്റെയിൽഡ് ടൈറ്റിൽ എന്താണോ അത് നമുക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുക്കാം. അതുകൂടാതെ ഡെഫിനേഷൻ ഡാറ്റ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഡാറ്റ എന്ന് പറയുന്ന കാര്യം നമുക്ക് ടൈറ്റിൽ 1. സോ ഇങ്ങനെയാണ് ഡീറ്റെയിൽഡ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ കേസിൽ സൈബർ സ്ക്വയർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു അൺഓർഡർ ലിസ്റ്റിൽ ആദ്യം ഓർഡർ ലിസ്റ്റിൽ നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു H3 ടാഗ് വയ്ക്കുകയാണ്. കോഴ്സസ് ഓഫേർഡ് ബൈ സൈബർ സ്ക്വയർ. എന്തൊക്കെ കോഴ്സുകളാണ് നമുക്ക് സൈബർ സ്ക്വയർ ഓഫർ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓർഡർ ലിസ്റ്റ് വെച്ചിട്ടാണ് ഞാനത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലിസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ പറയുന്നത് സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഓർ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, സ്റ്റാക്ക് സ്പെല്ലിംഗ് ചേർക്കുന്നത്. ഇനി അടുത്തത് നമുക്കുള്ളത് ഫ്ലട്ടർ ഡെവലപ്മെന്റ്, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് PHP ഫുൾ സ്റ്റാക്ക്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഡേറ്റ സയൻസ്. പിന്നെ നമുക്ക് റിയാക്ട് ആപ്ലിക്കേഷൻ, റിയാക്ട് ആപ്ലിക്കേഷൻ. അങ്ങനെ അതാണ് കുറച്ച് പ്രോഗ്രാംസ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കോഴ്സസ് ഓഫേർഡ് ബൈ സൈബർ സ്ക്വയർ, കുറച്ച് കോഴ്സുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 1 മുതൽ 6 വരെയുള്ള കോഴ്സുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും.
ഇനി ഇത് 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് അത് വന്നിരിക്കുന്നത്. ഇതിന്റെ എന്താണ് ആ ഓർഡറിങ് നമുക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കൊടുക്കുകയാണെങ്കിൽ ABCD ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡിസ്പ്ലേ ചെയ്ത് തരാം. നിങ്ങളോട് കാണാൻ പറ്റും ABCD ഫോർമാറ്റിലാണ് ഇപ്പൊ അത് നിൽക്കുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് റോമൻ ന്യൂമറൽസിൽ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഐ കൊടുത്താൽ മതി. ഐ കൊടുത്തു കഴിഞ്ഞാൽ റോമൻ ന്യൂമറൽസിൽ കാണാൻ പറ്റും. ക്യാപിറ്റൽ ഐ കൊടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ റോമൻ ന്യൂമറൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് കാണാൻ പറ്റുക. പിന്നുള്ളത് ക്യാപിറ്റൽ ABCD ആണെങ്കിൽ ക്യാപിറ്റൽ ഐ കൊടുത്താൽ മതി. സോ ഇതാണ് നിങ്ങളുടെ ഓർഡർ ലിസ്റ്റിന്റെ കാര്യം. ഇനി നമുക്ക് ഇത് അൺഓർഡർ ലിസ്റ്റ് ആക്കണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, UL ടൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് UL എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അൺഓർഡർ ലിസ്റ്റ് ആയി. ടൈപ്പിൽ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ഡിസ്ക് ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡിസ്ക് ഫോർമാറ്റിലാണ്. അത് മീൻസ് എന്താണ്, ഡിസ്ക് വെച്ചിട്ടാണ് ഇത് റെപ്രസെന്റ് ചെയ്തത്. അത് കൂടാതെ നമുക്ക് അത് വേണമെങ്കിൽ സർക്കിൾ കൊടുക്കാം. സർക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ സർക്കിൾ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ സ്ക്വയർ എന്ന് പറയുന്ന കാര്യമുണ്ട്. സ്ക്വയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓർഡർ ലിസ്റ്റുമായി അതേപോലെ തന്നെ അൺഓർഡർ ലിസ്റ്റുമായി. ഇനി ഡീറ്റെയിൽ ലിസ്റ്റ് എന്ന് പറയുന്ന കാര്യം, സപ്പോസ് നമുക്ക് എന്താണ് ഈ കേസിൽ LIന്റെ കൂടെ, അതായത് മീൻസ് ഓരോ കോഴ്സിന്റെയും ചെറിയ ചെറിയ ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുക്കണം എന്ന് വിചാരിക്കാം. ഈ കേസിലാണ് നമ്മളത് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ലിസ്റ്റ് എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കേസിൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ലിസ്റ്റ് ആണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ടാഗിനെ നമുക്ക് എന്ത് ചെയ്യാം, DL എന്ന് പറഞ്ഞിട്ട് മാറ്റാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന് ഞാൻ ഓരോന്നിനെയും DT എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. DT മീൻസ് ഡെഫിനിഷൻ ടൈറ്റിൽ. ഇനി പൈത്തന്റെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് അബൌട്ട് പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പം DD കൊടുത്തു. അതിന് ശേഷം എന്താണ്, ഇത് ഓരോന്നും നമുക്ക് എന്താണ് DT ആക്കാം. ദെൻ ഞാനിവിടെ DD വെച്ചിട്ട് ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇത് മേണിന്റെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ്. DT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ ടൈറ്റിലാണ് കേട്ടോ. DT this is about Flutter development. ഇവിടെ ഡീറ്റെയിൽ ചെയ്യാം. Definition. This is about data science. About data science programs. ഇനി ഇവിടെ DT കൊടുക്കാം. Then നമുക്ക് DD കൊടുത്തിട്ട് this is about React application development. React application development. പിന്നെ DevOps പ്രോഗ്രാംസ് എന്താണ്, അപ്പം DevOpsലാണെങ്കിൽ DevOps എഞ്ചിനീയറിംഗ്, അതിൽ നമുക്ക് എന്താണ് DD കൊടുക്കാം. പിന്നെ അത് കൂടാതെ വീണ്ടും നമുക്ക് DT കൊടുത്തിട്ട് UI UX ഡെവലപ്മെന്റ്. ഇത് നമുക്ക് എന്താണ് DD കൊടുത്തിട്ട് this is about UI UX development. പിന്നെ അടുത്തത് DT എടുത്തിട്ട് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, UI UX അല്ലാതെ നമുക്കുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഇതിൽ നമുക്ക് DD കൊടുത്തിട്ട് this is about സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാം. നമുക്ക് നോക്കാം ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളുടെ ടൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ടന്റ് കുറച്ച് മുന്നോട്ടേക്കായിട്ട് ഒരു ടാബ് സ്പേസ് വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഐറ്റവും നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. സോ ഇതാണ്
നമ്മളുടെ ഡീറ്റെയിൽഡ് ലിസ്റ്റ് അല്ലെങ്കിൽ DT എന്ന് പറയുന്ന കാര്യം. ഇപ്പൊ 3 തരത്തിലുള്ള ലിസ്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഓർഡർ ലിസ്റ്റ്, അതേപോലെ തന്നെ അൺഓർഡർ ലിസ്റ്റ്, ദെൻ ഡീറ്റെയിൽഡ് ലിസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് HTML പേജസിൽ നമുക്ക് ആങ്കേഴ്സ് എന്ന് പറയുന്ന കാര്യമാണ്. ആങ്കേഴ്സ് ഓർ ഹൈപ്പർ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം, ഹൈപ്പർ ലിങ്ക്സ്. അപ്പൊ ഹൈപ്പർ ലിങ്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേജിൽ നിന്നും വേറൊരു ലൊക്കേഷനിലേക്ക് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് ആങ്കർ ടാഗ് ഓർ ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആങ്കർ ടാഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് പേജ് മാത്രമല്ല വേറൊരു ലൊക്കേഷനിലേക്ക്. അപ്പം ആങ്കർ ടാഗ് സ്പെസിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് അതിന് HREF എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഹൈപ്പർ ലിങ്ക് റെഫറൻസ് എന്നാണ്. അതായത് ഇവിടെയാണ്, ഈ ലൊക്കേഷനിലാണ് നമുക്ക് എവിടത്തേക്കാണോ കണക്ട് ചെയ്യേണ്ടത് ആ പാത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ നമ്മൾ URL സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പാത്ത് ഏതാണോ ആ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ടെക്സ്റ്റ് ഏതാണോ അത് നമുക്ക് ഇവിടെ വെക്കാം. അതിനുശേഷം അതിലേക്ക് ക്ലോസ് ചെയ്യും. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത്. ഞാനിപ്പോഴുള്ള ഡീറ്റെയിൽ ലിസ്റ്റിനെ കമന്റ് ചെയ്ത് വയ്ക്കുന്നു. കമന്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആങ്കർ ടാഗിനെ നമുക്ക് സെറ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും ആങ്കർ ടാഗ് ബിഹേവ് ചെയ്യാൻ. സോ ഇതിൽ ഞാൻ ഒരു ആങ്കർ ടാഗ് വയ്ക്കുന്നു, HREF. അതിനുശേഷം നമുക്ക് ഗൂഗിളിലേക്ക് പോകണം. http:/google.co.in അതിനുശേഷം ഗോ ടു ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം, ഇവിടെ ഒരു ടെക്സ്റ്റ് കിട്ടും. ഗോ ടു ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിലേക്ക് റീഡയറക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പൊ ഗൂഗിളിലേക്ക് മാത്രമല്ല, നമുക്ക് ലോക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫയലിലേക്ക്, ഇപ്പം ഞാനിവിടെ വേറൊരു പേജ് ഉണ്ടാക്കാണ്, പേജ് 2.html. ഓക്കെ, ഇതിൽ നമുക്ക് എന്താണ് ഒരു HTML കോഡ് ജനറേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു H1 ടാഗ് ഇട്ടിട്ട് ഈസ് പേജ് 2 എന്ന് കൊടുക്കുക. അതിനുശേഷം ഇൻഡെക്സിൽ നിന്നും ഈ ഹൈപ്പർ ലിങ്ക് റെഫറൻസ് വഴി നമുക്ക് പേജിലേക്കാണ് പോകേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പേജ് 2.html എന്ന് മാറ്റി കൊടുക്കാം. ഗോ ടു പേജ് 2 ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പേജ് റിഫ്രഷ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് പേജ് 2ലേക്കാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണ് തിരിച്ചും, അതായത് മീൻസ് പേജ് 2 തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അതായത് പേജ് 2 തിരിച്ച് ബാക്ക് എന്ന് പറയുന്ന ഒരു ഇത് കൊടുക്കാം. ഈ HREF index.html തിരിച്ചു പോകണം എന്ന് പറയാം. ഇതിൽ ബാക്ക് അല്ലെങ്കിൽ ഹോം എന്ന് പറഞ്ഞു ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേജ് 2ലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് സൈബർ സ്ക്വയറിലേക്ക് തിരിച്ചു വരുന്ന രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങളെ എത്തിക്കാൻ പറ്റും. സോ ഇതാണ് ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറയുന്നതിന്റെ കാര്യം. ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈപ്പർ ലിങ്ക്സ് നമുക്കിപ്പം ഇന്റേണൽ ലിങ്ക് ആയിട്ട് കൊടുക്കാം. ഇന്റേണൽ ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേജ് പിന്നെ അതിന്റെ കണ്ടന്റിലേക്ക്, അതായത് മീൻസ് തൊട്ട് താഴത്തേക്ക് പോകുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം നമ്മളുടെ സൈറ്റിലൊക്കെ എന്തെങ്കിലും കണ്ടന്റ്, കൂടുതൽ കണ്ടന്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ് ലോറം ഇപ്സം. ലോറം ഇപ്സം എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് കുറച്ച് കണ്ടന്റ്സ് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കും. കണ്ടന്റ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ലോറം ഇപ്സത്തിന്റെ ഫസ്റ്റ് പാരഗ്രാഫിനെ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നമ്മളുടെ സൈബർ സ്ക്വയറിന്റെ index.html എന്ത് ചെയ്യാം, ഒരു പാരഗ്രാഫ് കൊടുക്കാം. ഇതിൽ കണ്ടന്റ് എടുക്കുന്നു. നമുക്ക് ഇതേപോലെ ഒരു 10-20 പാരഗ്രാഫ്, അത് ഒരു പേജ് നമുക്ക് സ്ക്രോളബിൾ രൂപത്തിലേക്ക് കിട്ടും. ഞാനിവിടെ കോപ്പി ചെയ്യാം, അപ്പോൾ നമ്മളുടെ പേജ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. നമുക്ക് ഒരുപാട് പാരഗ്രാഫ് വന്നിട്ടുണ്ട്. സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് ഒരു ടാർഗറ്റ് പാരഗ്രാഫ് ഉണ്ടാക്കാം. ടാർഗറ്റ് പാരഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ ലിങ്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പാരഗ്രാഫിന് ഹലോ ദിസ് ഈസ് ലാസ്റ്റ് പാരഗ്രാഫ്
ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ഡി ഈസ് ഈക്വൽ ടു എന്താണ്, ലാസ്റ്റ് പാര ഈ ഐ ഡി ഞാനിവിടെ ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ മുകളിലുള്ള ഏറ്റവും ടോപ്പിലുള്ള നമ്മുടെ ആങ്കർ ടാഗിന് പേസ്റ്റ് ചെയ്യാണ്, HRF പേസ്റ്റ് ചെയ്യണം. അതിന് മുന്നിൽ ഒരു ഹാഷ് കൂടി കൊടുക്കാം. ഹാഷ് കൂടി കൊടുത്തിട്ട് ഗോ ടു ലാസ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ് പാരഗ്രാഫ്. പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഗോ ടു ലാസ്റ്റ് പാരഗ്രാഫ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് പോയിന്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് മുകളിൽ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതാണ് ഇന്റേണൽ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പം ഒരു പേജിൽ നിന്ന് അതിന് മുമ്പിലുള്ള വേറെ ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റേണൽ ലിങ്ക്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്റേണൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, എക്സ്റ്റേണൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി അടുത്തതാണ് ഇമേജസ്. സോ ഇമേജസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ HTML പേജിൽ ഇമേജുകളെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ IMG ടാഗ് ആണ് ഉപയോഗിക്കുക. IMG ടാഗിന്റെ ഒരു പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട് ആണ് SRC. ആ SRC ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇമേജിന്റെ സോഴ്സ് എവിടെ, അതായത് ഇമേജിന്റെ ലൊക്കേഷൻ എവിടെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഇമേജിനെ ലോഡ് ചെയ്ത് നോക്കാം. സാധാരണഗതിയിൽ നമുക്ക് ഇമേജിനെ ലോഡ് ചെയ്യാം ലോറം പിക്സം ഉപയോഗിക്കും. ലോറം പിക്സത്തിന് പകരം ഞാനിവിടെ ലോറം പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചേഴ്സ് അതാണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലോറം പിക്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് തരത്തിലുള്ള ഇമേജുകൾ നമുക്കിവിടെ ലോഡ് ചെയ്തെടുക്കാം. സോ നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോന്റെ ഹൈറ്റും എടുത്തും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇമേജസ് കിട്ടും. ഞാനിവിടെ റാൻഡം ഇമേജ് ചൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. റാൻഡം ഇമേജ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് URL കാണാൻ പറ്റും. URL കൂടെ സീഡ് പിക്സം എന്ന് പറഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം അതിന്റെ ഹൈറ്റ് കൊടുത്തിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഈ പാരഗ്രാഫിനെയൊക്കെ ഒഴിവാക്കാണ്. നമ്മളിപ്പം ഇന്റേണൽ ലിങ്ക് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ്. ഇതിന്റെ അടുത്ത് ഒഴിവാക്കാണ്. ദെൻ നമ്മളുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തത് കാര്യം എടുത്ത് ഒഴിവാക്കിയിട്ട് നമുക്കിവിടെ IMG SRCയിൽ നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു പാത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നു. സേവ് ചെയ്യാം. നമ്മളുടെ സൈറ്റ് ഒന്ന് പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഇമേജ് ഇവിടെ കോപ്പി ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഹൈറ്റും എടുത്തും നമുക്ക് വേണമെങ്കിൽ എന്താണ് കുറച്ചും കൂടി ഒന്ന് കിട്ടാം 400 300 എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ചും കൂടി വലിയ ഇമേജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് ഇമേജ് IMG എന്ന് പറയുന്ന ടാഗ്. IMG SRC ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇമേജസിനെ ലോഡ് ചെയ്യാൻ പറ്റും. ഇത് HTML 4.0 പറയുന്നത്. നമുക്ക് പിന്നെ IMG ടാഗിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇമേജിന്റെ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത് ഒന്ന് JPEG ഉണ്ട്, JPG-യും JPEG-ഉം പറ്റും, അതുകൂടാതെ PNG പറ്റും, അതുകൂടാതെ GIF പറ്റും. GIF അതിൽ JPEG എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ട് ഗ്രൂപ്പ് എന്നതിന്റെ ഷോർട്ടാണ് JPEG. പിന്നെ PNG എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. GIF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ ഇമേജ് ഫോർമാറ്റ്. സോ മോഡേൺ HTML5 വരുന്ന സമയത്ത് SVG ഫോർമാറ്റിലുള്ള ഇമേജുകളും അതുകൂടാതെ നമുക്ക് മറ്റുള്ള കുറച്ച് അഡീഷണൽ ഫോർമാറ്റുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് HTML5 ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇമേജസ് എന്ന് പറയുന്ന ടാഗിനെ പറ്റിയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോം ടാഗുകളാണ്. ഫോംസ് എന്ന് പറയുന്നത് ഫോംസ് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ കളക്ടിങ് യൂസർ ഇൻപുട്സ്. യൂസറിന്റെ ഇൻപുട്സിനെ കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോംസ് ഉപയോഗിക്കുന്നത്. ഫോമില് നമുക്ക് ഫോം എന്ന് പറയുന്ന ടാഗാണ് പ്രധാനമായിട്ടും അതിന്റെ പ്രത്യേകത. ഫോം എന്ന് പറയുന്ന ടാഗിന് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഒന്ന് മെത്തേഡാണ്. മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂസറിന്റെ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ടാർഗറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണ് ആ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്ന ഈ മെത്തേഡാണ്. മെത്തേഡിൽ നമുക്ക് ഗെറ്റ് കൊടുക്കാം അല്ലെങ്കിൽ പോസ്റ്റ് കൊടുക്കാം.
അത് കൂടാതെ രണ്ടാമത്തെ ആട്രിബ്യൂട്ടാണ് ആക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ആക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എവിടത്തേക്കാണോ നമ്മളുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ട്രാൻസ്ഫർ ചെയ്യേണ്ട ലൊക്കേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടാർഗറ്റിൽ മാപ്പ് ചെയ്യുന്നത്. അപ്പൊ ടാർഗറ്റിൽ നമുക്ക് എപ്പോഴും ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിനെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിലേക്കായിരിക്കും യൂസറിന്റെ ഡാറ്റയൊക്കെ നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അത് ഒരു PHP സ്ക്രിപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പൈത്തൺ സ്ക്രിപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ജാവയുടെ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റൂബി ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ 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 പല ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് പോയിന്റ് ചെയ്യുന്നത് ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കേസിൽ നമുക്ക് ഫോം എന്ന് പറയുന്ന കാര്യം, ഫോമിന്റെ മെത്തേഡ് അതേപോലെ തന്നെ ടാർഗറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി. മെത്തേഡ് ഗെറ്റും പോസ്റ്റും ഉണ്ട്. ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് ഉണ്ട്. അത് ഗെറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ, അല്ലെങ്കിൽ കുറഞ്ഞ എമൗണ്ടിലുള്ള ഡാറ്റ മാത്രമേ നമുക്ക് സെർവറിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അറൌണ്ട് 300 KB ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് ഡേറ്റ. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് പോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതായത് ഫയൽ അപ്ലോഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് നോക്കാം. സോ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് കാര്യം മനസ്സിലായി, അതായത് എന്തിനാണ് മെത്തേഡ് ഉപയോഗിക്കുന്നത്, എന്താണ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഈ ഫോം എലമെന്റ്സിന്റെ, അല്ലെങ്കിൽ ഫോം എന്ന് പറയുന്ന ഈ ടാഗ് നമ്മൾ ഫോം എലമെന്റ്സ് ആണ് ഇതിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ടാഗുകളുണ്ട്. അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ യൂസറിന്റെ ഇൻപുട്സ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. സോ അത് ഏതൊക്കെയാണ് ടാഗുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടാഗ് വരുന്നത് ഇൻപുട്ട് ടാഗ് ആണ്. രണ്ടാമത്തത് സെലക്ട് ടാഗ് ആണ്. മൂന്നാമത്തത് ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്ന ടാഗ് ആണ്. ഇങ്ങനെ 3 തരത്തിലുള്ള ടാഗുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ യൂസർ ഇൻപുട്ട് സ്വീകരിക്കുന്നത്. അപ്പൊ ഇൻപുട്ട് ടാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഇൻപുട്ട് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടാണ് ടൈപ്പ്. അപ്പൊ ഈ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് അനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള ഇൻപുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടൈപ്പിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഞാനിവിടെ എഴുതാം. ഒന്ന്, ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും, ടെക്സ്റ്റ്. രണ്ടാമത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പാസ്വേഡ്. മൂന്നാമത്തത് ഇമെയിൽ കൊടുക്കാൻ പറ്റും. 4 നമ്പർ കൊടുക്കാൻ പറ്റും. 5 URL കൊടുക്കാൻ പറ്റും. 6 റേഡിയോ, ചെക്ക് ബോക്സ്, ഫയൽ കഴിഞ്ഞാൽ പിന്നെയുള്ളത് ചെക്ക് ബോക്സ്, ഫയല്, പിന്നെ ബട്ടൺ കൊടുക്കാൻ പറ്റും. ബട്ടൺ, സബ്മിറ്റ്, ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള ബട്ടണാണ്. റീസെറ്റ്, ടെക്സ്റ്റ്, പാസ്വേഡ്, ഇമെയിൽ, നമ്പർ, URL, റേഡിയോ, ചെക്ക് ബോക്സ്, ഫയല്, ബട്ടൺ, സബ്മിറ്റ്, റീസെറ്റ്, കളർ. 13 ഹിഡൻ. സോ ആക്ച്വലി ഇതിനേക്കാളും കൂടുതലുണ്ട്. 14 ഡേറ്റ്, പിന്നെ 15 ടൈം കൊടുക്കാൻ പറ്റും. അങ്ങനെ അങ്ങനെ. ഓക്കെ, സോ ഇത്രയും വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള എന്താണ് കൺട്രോൾസ്, അതായത് ഇൻപുട്ട് കൺട്രോൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. പിന്നെ സെലക്ട് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഡ്രോപ്പ് ഡൗൺ, അതേപോലെ തന്നെ ലിസ്റ്റ് ബോക്സ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ട് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത്. സെലക്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാല്യൂസ് കൊടുക്കാൻ പറ്റും. വാല്യൂ 1 കൊടുത്ത് നമുക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാം. ടെക്സ്റ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ലൈൻസ് എൻ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്സ്റ്റ് ബോക്സുകളാണ് ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്ന കാര്യം നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ ഈ ടെക്സ്റ്റ് ഏരിയ മൾട്ടിപ്പിൾ ലൈൻസ് എൻട്രി ഒക്കെ നമുക്ക് വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. ഓക്കെ, സോ നോക്കാം എങ്ങനെയാണ് നമുക്ക് ഇത് ഫങ്ഷനിങ് ആക്കാൻ പറ്റുക എന്നുള്ളത്. സോ ഇൻ റിയൽ ടൈം നമ്മളുടെ INC ടാഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് ജസ്റ്റ് ഇൻപുട്ടിന്റെ ടൈപ്പിൽ ഡിഫറെന്റ് വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് അതിന്റെ ബിഹേവിയർ എന്നുള്ളത് നോക്കാം.
ടെക്സ്റ്റ് എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അതുകൂടാതെ ഇതിൽ നമുക്ക് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഏരിയയിൽ പാസ്വേഡ് മാത്രമേ, അതായത് പാസ്വേഡ് ഫോർമാറ്റിലുള്ള എലമെന്റ് ആണ്. ഇമെയിലും അതേപോലെ തന്നെ നമ്പറും URL ഫോമുകളുള്ള സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് എന്താണ് നമുക്ക് ശരിക്കും അതിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ വഴിയെ പറയാം. പിന്നെ റേഡിയോ എന്ന് പറയുന്ന കാര്യം, പക്ഷേ ഈ ഇൻപുട്ടുകളൊക്കെ നമ്മൾ യൂസർ ടൈപ്പ് ചെയ്യുന്ന ഇൻപുട്ടുകളാണ്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചില സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനുള്ളിൽ തന്നെ വാല്യൂസ് വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ പ്ലേസ് ഹോൾഡർ എന്നാണ് പറയുന്നത്. പ്ലേസ് ഹോൾഡർ നമുക്കിപ്പോൾ നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്താണ് നെയിം എന്ന് പറയുന്ന കാര്യം കാണാൻ പറ്റും. അതിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതങ്ങ് ഓക്കെ. സോ ഇനിയുള്ളത് നമുക്ക് റേഡിയോ ആണ്. റേഡിയോ എന്ന് പറയുന്നത് യൂസർ സെലക്ട് ചെയ്യുന്ന ഇൻപുട്ടാണ്, ടൈപ്പ് ചെയ്ത് ഇൻപുട്ട് കൊടുക്കുന്നതല്ല. നമുക്കൊന്ന് നോക്കാം, റേഡിയോ ഒന്ന് കൊടുത്ത് നോക്കാം. സേവ് ചെയ്തിട്ട് പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും റേഡിയോ ബട്ടൺ. റേഡിയോ ബട്ടൺ ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെജ്, നോൺ വെജ്, അതായത് മീൻസ് ഇയാൾ ചൂസ് ചെയ്യുന്നത് വെജും അതേപോലെ തന്നെ നോൺ വെജ് ഓപ്ഷൻ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വെജും ഉണ്ട് നോൺ വെജും ഉണ്ട്. പക്ഷേ ഇവിടെ രണ്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന് ഏതെങ്കിലും ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അതിനെ ഗ്രൂപ്പ് ആക്കാം. ഗ്രൂപ്പ് ആക്കുന്നതിന് അതിനെ നെയിം കൊടുത്ത് വെച്ചാൽ മതി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ RADG1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കും. ഇതേ പേര് തന്നെ അടുത്തത് ഞാൻ കൊടുക്കും. ഓക്കെ, അടുത്തത് ഞാൻ കൊടുത്തിട്ട് പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഇനി സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് കളിക്കും. അപ്പം റേഡിയോ ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഓപ്ഷൻസിനെ ഡിസ്പ്ലേ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയോ ബട്ടൺ എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ചെക്ക് ബോക്സ് ഉണ്ട്. ചെക്ക് ബോക്സ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ബിഹേവിയർ എന്നുള്ളത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ടിക്ക് മാർക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വരും. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഓപ്ഷൻസ് കൊടുത്തിട്ട് ആ ഗ്രൂപ്പ് ഓഫ് ഓപ്ഷൻസ് നമുക്ക് ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ വാല്യൂസിനെ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്, ഈ ചെക്ക് ബോക്സ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ കേസിൽ കൂടെ കാണാൻ പറ്റും ഞാൻ മലയാളം, ഇംഗ്ലീഷ്. അപ്പൊ ഇത് 2 ലാംഗ്വേജ് അറിയാവുന്നവർക്ക് ഇത് രണ്ടും ടിക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും. പിന്നെയുള്ളത് നമുക്ക് ചെക്ക് ബോക്സ് കഴിഞ്ഞാൽ ഒരു ഫയലാണ്. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയൽ അപ്ലോഡ് ചെയ്യുന്ന കൺട്രോൾ കിട്ടും. നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫയൽ ചൂസ് ചെയ്തിട്ട് നമുക്കിപ്പം ഏതെങ്കിലും എന്താണ് ഫയലിലൊക്കെ പിക്ചേഴ്സിനൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ് ആ ഫയൽ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ലോഡ് ചെയ്യുന്നതല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ഫയൽ അപ്ലോഡിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഉപയോഗിക്കണം. ഫയൽ കൂടാതെ പിന്നെയുള്ളത് ബട്ടണ്, സബ്മിറ്റ്, റീസെറ്റ്, കളർ എന്നുള്ള പല കാര്യങ്ങളാണ്. നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു ബട്ടൺ വരും, പക്ഷെ ബട്ടന്റെ ഉള്ളിൽ പേരൊന്നും കാണുന്നില്ല. ബട്ടന്റെ ഉള്ളിൽ പേരെന്തെങ്കിലും കാണണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. വാല്യൂ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ വാല്യൂ അതിൻ്റെ ഉള്ളിൽ പ്രിന്റ് ചെയ്ത് വരും. ഇതിനെ നമ്മൾ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ അതിന് ജാവാസ്ക്രിപ്റ്റ് വേണം. പിന്നെ ഈ സബ്മിറ്റ് ബട്ടണും അതേപോലെ തന്നെ റീസെറ്റ് ബട്ടണും നോക്കാം. സബ്മിറ്റ് ബട്ടണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ബട്ടൺ വാല്യൂ നമ്മൾ തന്നെ കൊടുക്കണം. സബ്മിറ്റ് ബട്ടൺ സബ്മിറ്റ് എന്ന് പറഞ്ഞ വാല്യൂ ഡീഫോൾട്ട് ആയിട്ട് വരും. ആക്ച്വലി സബ്മിറ്റ് ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോമിന്റെ ഉള്ളിലാണ് ഉപയോഗിക്കുക. നമ്മളിപ്പം ഒരു ഫോം വെച്ചിട്ട് ആ ഫോമിന് ഡീഫോൾട്ട് ആക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആക്ഷൻ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നു. ആക്ഷൻ എന്ന് പറയുന്നത് ഞാൻ HTTP google.co.in എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫോം സബ്മിറ്റ് ആവും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നേരെ ഗൂഗിളിലേക്ക് പോകുന്നത്. ഓക്കെ, സോ സബ്മിറ്റ് ബട്ടൺ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സബ്മിറ്റ് ബട്ടൺ ഉപയോഗിക്കുന്നത്. അപ്പൊ ഡീഫോൾട്ട് ആയിട്ടുള്ള ആക്ഷൻ എന്താണ് അത് പെർഫോം ചെയ്യും. റീസെറ്റ് ആണെങ്കിൽ നമുക്ക് ഫോം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, റീസെറ്റ് ഉപയോഗിക്കുന്നത്.
റീസെറ്റ്. സോ ഞാനിവിടെ എന്താ ഒരു ടെക്സ്റ്റ് ബോക്സ് വയ്ക്കുകയാണെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. നമുക്കിവിടെ ഒരു റീസെറ്റ് ബട്ടൺ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇതിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് ഈ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ക്ലിയർ ആയി പോകും. അതായത് എല്ലാ ഫോമിന്റെയും കൺട്രോൾസിന്റെ വാല്യൂസിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീസെറ്റ് ബട്ടൺ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നമുക്കുള്ളത് കളർ എന്ന് പറയുന്ന കാര്യമാണ്. കളർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളർ ചൂസർ കിട്ടും. കളർ ചൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കളർ ചൂസ് ചെയ്യാം. അതിന്റെ RGB ഫോർമാറ്റിലുള്ള വാല്യൂസ് ഇവിടെ കാണാൻ പറ്റും. ഇത് വേണമെങ്കിൽ HSL ഫോർമാറ്റിലും കാണാം, ഹെക്സ് ഡെസിമൽ ഫോർമാറ്റിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ കളറിന് നമുക്ക് കിട്ടും. പിന്നുള്ളത് ഡേറ്റ് ആണ്. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ഡേറ്റ് എന്ന് പറയുന്ന കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് എത്തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം കിട്ടും. ഒരു കലണ്ടർ ഫോമാണ്. കലണ്ടറിൽ നമുക്ക് ഏത് ഡേറ്റിനെയും നമുക്ക് ചൂസ് ചെയ്യും. അടുത്തത് ടൈമാണ്. ടൈം ഡീഫോൾട്ട് ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ടൈമിന്റെ കൺട്രോൾ ഉപയോഗിക്കുന്നത്. ഇതിൽ AM PM ഒക്കെ നമുക്കുണ്ട്. ഇവിടുന്ന് കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം ചൂസ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് സെലക്ട് ആണുള്ളത്. സെലക്ടിന്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റും ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് രാജ്യങ്ങളെ പേര് ജസ്റ്റ് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്ത് നോക്കാം. ഇന്ത്യ, ഓസീസ്, ശ്രീലങ്ക, ന്യൂസിലാൻഡ്. ഓക്കെ, സോ ഞാനിവിടെ ഇത് കൊടുക്കുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാൻ പറ്റും. സോ ഇതില് നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ലിസ്റ്റ് ബോക്സ് ആയിട്ട് കിട്ടും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിസ്റ്റ് ബോക്സ്. ഓക്കെ, ഇനി നമുക്കുള്ളത് ടെക്സ്റ്റ് ഏരിയ ആണ്. ടെക്സ്റ്റ് ഏരിയനെ ഇവിടെ വളരെ പെട്ടെന്ന് ഒന്ന് കാണും. ടെക്സ്റ്റ് ഏരിയ എന്ന് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ടെക്സ്റ്റ് ഏരിയയിൽ നമുക്ക് പ്രധാനമായിട്ടും റോസ് ഉണ്ട്, അതേപോലെ തന്നെ കോളംസ് ഉണ്ട്. റോസ് ഞാൻ എന്താണ് ഒരു 7 കൊടുക്കുന്നു. കോളംസ് പറയുന്നത് നമുക്കൊരു 30 കൊടുക്കാം. എന്തായിരിക്കും ഇതിന്റെ ഔട്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു. അപ്പൊ നമുക്ക് മൾട്ടി ലൈൻ എൻ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബോക്സ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് പ്ലേസ് ഹോൾഡർ കൊടുക്കാൻ പറ്റും. പ്ലേസ് ഹോൾഡർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റോസ് ആയിരുന്നു വരുന്നത്. പ്ലേസ് ഹോൾഡറിൽ നമ്മൾ ജസ്റ്റ് എൻ്റർ യുവർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റർ യുവർ മെസ്സേജ്. ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ഏരിയയിൽ വാല്യൂസ് കൊടുക്കാൻ പറ്റും. സോ ഇത്രയാണ് നമ്മളുടെ HTML ഇന്നത്തെ സെഷൻ, അതായത് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ടേബിൾസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. ടേബിൾസ് വെച്ചിട്ട് എങ്ങനെയാണ് പേജ് ഡിസൈൻ ചെയ്യുന്നത്, അതുകൂടാതെ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ സെഷനിൽ കാണാം.